ഒരു ബ്രൈറ്റ് സണി ഡേ പോലെയാണ് പെട്ടെന്ന് ഫീൽ ചെയ്തത് അല്ലേ. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബാക്കി പത്രങ്ങളൊക്കെ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയിൽ കാണാമെന്ന് പറഞ്ഞിട്ട് ഹരി എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങിയതാണ്. ത്രീ വീലറുള്ള ആളുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ചിലർ ജന്മനുള്ള ഇഷ്യൂസ് ആയിരിക്കും, പക്ഷെ ഒരു ഭൂരിഭാഗം പേരും ആക്സിഡന്റ്, ടൂ വീലർ ആക്സിഡന്റിന് ശേഷം ത്രീ വീലറിലേക്ക് ത്രീ വീലർ ബൈക്കില്ല, ത്രീ വീലർ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടറിലേക്ക് മാറുന്നത് അധികം ആക്സിഡന്റിന് ശേഷം. കാരണം ടൂ വീലർ ആക്സിഡന്റ് കുറച്ച് ഡേഞ്ചറാണ്. ടൂ വീലേഴ്സും മൊത്തത്തിൽ ഡേഞ്ചറസ് ആണ്. എസ്പെഷ്യലി ആക്സിഡന്റ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഒന്ന് ശ്രദ്ധിച്ച് നടക്കുന്നതും ഓടുന്നതും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഓടിക്കുന്നതും ഒക്കെ ആയിരിക്കും നല്ലത് കേട്ടോ. ത്രീ വീലർ സ്കൂട്ടറിലും ത്രീ വീലർ ബൈക്കിലെ ആളുകൾ കാണുമ്പോൾ അതിലൊരു ഗുഡ് പെർസെന്റ് ആളുകളും ഏതെങ്കിലും ആക്സിഡന്റ് കാരണം ഡിസബിലിറ്റി പറ്റിയവരായിരിക്കും. റോഡ് ആക്സിഡന്റ് ജന്മന ഉള്ളവരുണ്ട്, അതുപോലെ കുറച്ച് പേരാണ്. ഒന്ന് പ്രിപ്പയർഡ് ആയി തന്നെ ഇറങ്ങുക. ബ്ലോക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ദിവസം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. പാലക്കാടിന് പോകുന്ന വണ്ടിയാണ് ഇപ്പോൾ ഈ പോകുന്ന ഫാസ്റ്റ്. ആദ്യമായിട്ട് അങ്ങനെ ഒരു വണ്ടി ഈ സമയത്ത് ഇവിടുന്ന് പാലക്കാട്, അത് കോലഞ്ചേരിയിൽ നിന്ന് പാലക്കാട്. നമ്മളൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച കാലത്ത് ഉണ്ടാവുന്ന പ്രയോജനം ഉണ്ടായിരുന്നു. ഇവിടുന്ന് കയറിയ സീറ്റ് കിട്ടുമെന്നറിയില്ല. നോർമലി പെരുമ്പാവൂർന്ന് കയറിയാൽ പോലും സീറ്റ് കിട്ടില്ല. ഞാൻ എറണാകുളത്ത് നിന്നാണ് കൂടുതലും പോകാറ്. കാരണം പെരുമ്പാവൂർന്ന് വരുന്ന വണ്ടികൾ പെരുമ്പാവൂർന്ന് സ്റ്റാർട്ടിങ് കുറവായിരിക്കും. കൂടുതലും തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വണ്ടികളായിരിക്കും പെരുമ്പാവൂർ വഴി വേണം. അപ്പോൾ അതുകൊണ്ട് സീറ്റ് കിട്ടുന്ന പ്രശ്നം ഉണ്ടാകും. എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ എറണാകുളത്ത് സ്റ്റാർട്ടിങ് ബസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്, അതുകൊണ്ട് സീറ്റ് കിട്ടും. സീറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് നമ്മൾ അധികം ട്രാവൽ ട്രെയിനിൽ പിന്നെ സീറ്റ് ഉണ്ടാവും. റിസർവേഷൻ അന്നത്തെ കാലത്ത് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് കോയമ്പത്തൂർ പാലക്കാട് റിസർവേഷനിൽ നിന്ന് നമുക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ അലോ ചെയ്യുമെന്നറിയില്ല. അന്ന് അതിന് ഇച്ചിരി പൈസ അഡീഷണൽ TT വരുമ്പോൾ ഒരു അഡീഷണൽ പൈസ അവർ ചാർജ് ചെയ്യാം അവിടെ വന്നിരിക്കുന്നതിന്. നോർമൽ ടിക്കറ്റ് മതി. നോർമൽ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ കേരള എക്സ്പ്രസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം. ബാക്കിയെല്ലാ ട്രെയിനിനൊക്കെ സെയിം ടിക്കറ്റാണ്. കേരള എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ കേരള എക്സ്പ്രസ്സിനാണ് പോകണമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടിക്കറ്റ് തരും. അത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിന് ടിക്കറ്റാണ്. കാറെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാറും നല്ല കാറാണ്.
എൻ്റെ ആദ്യത്തെ 10 വർഷം 10 വർഷം കഴിയുമ്പോഴാണ് പിന്നെ ഈ ടൊയോട്ട ആണെങ്കിലും അങ്ങനെയുള്ള കുറച്ചും കൂടെ ബ്രാൻഡഡ് വണ്ടികളാകുമ്പോൾ കുറച്ചും കൂടെ കംപ്ലൈൻറ്റ് കുറവായിരിക്കും. അതൊരു 10 വർഷം കഴിഞ്ഞൊരു 10 വർഷം അല്ലെങ്കിൽ ഒരു 75,000 1 lakh കിലോമീറ്റേഴ്സ് കഴിഞ്ഞുള്ള കാര്യമാണ്. ഫസ്റ്റ് 10 years മിക്ക ഏത് ബ്രാൻഡഡ് കാറുകളും ഇന്ത്യയിൽ ഇറങ്ങുന്ന മിക്ക വണ്ടികളും ആദ്യത്തെ 10 വർഷം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. അത് 2 വീലർ ആണെങ്കിലും അപൂർവമായിട്ടാണ് പിന്നെ എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഉണ്ടാവാറുണ്ട്. 50 to 1 lakh കിലോമീറ്റേഴ്സും ഒരു 10 years സുഖമായിട്ട് പോകും. എൻ്റെയൊക്കെ ഡ്രൈവിംഗ് വെച്ച് നോക്കി കഴിഞ്ഞാൽ 5,000 കിലോമീറ്റർ താഴെ വരുള്ളൂ. 50,000 കിലോമീറ്റേഴ്സ് ആ 50,000 കിലോമീറ്ററിന് ഒരു വണ്ടിക്ക് വലിയ ഇഷ്യൂസ് വരില്ല. അത് പിന്നെ സുസുക്കി ആണെങ്കിലും ഒരു പ്രശ്നം വരില്ല, ഹുണ്ടായി ആണെങ്കിലും ഒരു പ്രശ്നം വരില്ല. ഫസ്റ്റ് 50,000 കിലോമീറ്റേഴ്സ് ടു 1 lakh 75,000 മിക്ക വണ്ടികളും സ്മൂത്തായിട്ട് ഓടും. പിന്നെ ഇഷ്യൂസ് വരുന്നത് അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അതിന് പക്കത്തിലാണ് മിക്ക വണ്ടികളും ഡിസൈൻ ചെയ്തേക്കുന്നത്. അത് കാറാണെങ്കിലും ബൈക്കിന് ഒരു 30,000 to 50,000, ബൈക്ക് ഒരു 50,000 കിലോമീറ്റർ വരുമ്പോൾ പ്രശ്നങ്ങൾ വരാം. കാറാവുമ്പോൾ ഒരു 1 lakh കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഒരു 10 years ജനറലി ബൈക്കും കാറും സ്കൂട്ടറും കാറും അല്ലെങ്കിൽ ബൈക്കും കാറും വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല.